പേഴ്സണലി പരിചയപ്പെടുന്ന പേര് റഫീഖ് റഹ്മാൻ, വീട് കുന്നംകുളത്താണ്. മോദി കെയർ ബിസിനസ്സിൽ വരുന്ന ജനുവരി 14 തീയതിക്ക് ഞാൻ 10 വർഷം കംപ്ലീറ്റ് ചെയ്യാണ്. 2016 ജനുവരി 14 തീയതി ഞാൻ ജോയിൻ ചെയ്തു. മോദി കെയർ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോ എന്ന് പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് അറിയും, ചില ആളുകൾക്ക് അറിയില്ല. ഞാൻ ബൈക്കിൽ മീൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോദി കെയർ ബിസിനസ്സിലേക്ക് വരുന്നത്. നന്നായി പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉമ്മയുടെ ഫാമിലിയൊക്കെ കൃഷിക്കാരുടെ ഫാമിലിയാണ്, ഉപ്പാടെ ഫാമിലി കച്ചവടക്കാരാണ്. അപ്പൊ നന്നായി പഠിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥനാണെന്ന ആഗ്രഹം കൊണ്ട് 10ാം ക്ലാസ്സിൽ ഞാൻ നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചു. എനിക്ക് 72 മാർക്ക് കിട്ടി. ചില ആൾക്കാർ കൈയടിച്ചില്ല, ചില ആൾക്കാർ കൈയടിച്ചു. എന്തിനാന്ന് മനസ്സിലായില്ല കൈയടിച്ചത്. 72% മാർക്കാണ്. അങ്ങനെ അത് കിട്ടി. അതുകൊണ്ട് എനിക്ക് നന്നായി പഠിക്കാനൊന്നും പിന്നീട് പറ്റിയില്ല. ഞാൻ ഉപ്പാടെ കൂടെ മീനിന്റെ ബിസിനസ്സിലേക്ക് പോയി. 2016 മോദി കെയർ ബിസിനസ് എനിക്ക് എന്റെ സുഹൃത്ത് രാജേഷ് പരിചയപ്പെടുത്തിയത്. അങ്ങനെ മോദി കെയർ ബിസിനസ്സിൽ 2-3 മാസമൊക്കെ ഇങ്ങനെ പിച്ച വെച്ച് പോയി. 4ാമത്തെ മാസം 5ാമത്തെ മാസം ഞാൻ ഇവിടെ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു. പിന്നീട് അങ്ങോട്ട് എനിക്ക് മുന്നോട്ട് അധികം പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡയറക്ടറിൽ ഇങ്ങനെ സ്റ്റക്കായി. അങ്ങനെ ഒരു 1.5 വർഷക്കാലം അങ്ങനെ പോയി. അങ്ങനെ ഇതേപോലത്തെ ഒരു പ്രോഗ്രാം 2017 മെയ് 30 ഒരു ബുധനാഴ്ച ഇതുപോലെ തൃശ്ശൂർ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിനു ശേഷമാണ് എന്റെ ലൈഫ് മാറിയത്. ഇപ്പൊ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ റെഗുലർ ആയിട്ട് പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ വലിയ ലീഡേഴ്സിന്റെ സ്പീച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ത്രെഡ് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. 2019 കൂടെ ഞാൻ മീൻ കച്ചവടം നിർത്തി. അതിന് കാരണം ഒരു 50,000 മേലെ വരുമാനം മോദി കെയറിൽ നിന്ന് എനിക്ക് കിട്ടാൻ തുടങ്ങിയതുകൊണ്ട് 2019 മീൻ കച്ചവടം നിർത്തി ഫുൾ ടൈം മോദി കെയറിലായി. 2020 ഫെബ്രുവരി 8 ഞാൻ ഹോണ്ട അമേസ് കാർ പർച്ചേസ് ചെയ്തു. അതിനുശേഷം എന്റെ ടീമിൽ 30 കാർ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഓപ്പർച്യൂണിറ്റിയോട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2020 കൊറോണ ഒക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് 1 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് 11-ലധികം 1 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. പലപ്പോഴും ആളുകൾക്ക് ഇനി അടുത്ത 1 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന 100 ആളുകളെ ഇന്ത്യ മഹാരാജ്യത്തിന് ടാക്സ് കൊടുക്കുന്ന ആളുകളായിട്ട് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. അത് നിങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ട് സാധ്യത ആശംസിക്കുന്നു. പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അധികം സംസാരിക്കാൻ അല്ലെ, നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾക്കാണ് പറ്റുക എന്നാണ് നമ്മൾ പൊതുവെ ആളുകൾ അങ്ങനെ പറയാറുണ്ട്. നമുക്ക് സംസാരിക്കാൻ അറിയണമെന്നൊന്നുമില്ല. നന്നായിട്ട് സംസാരിക്കാൻ അറിയണം 4 ആളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുന്നാൽ മതി. നമ്മൾ സംസാരിക്കേണ്ട. മനസ്സിലായോ? 4 ആളുകളെ. ചില ആളുകൾ എനിക്ക് അത്രമാത്രം ബന്ധങ്ങളൊന്നുമില്ല. നമുക്ക് ബന്ധം വേണ്ടെന്നേ. നല്ല ബന്ധങ്ങളുള്ള 4 ആളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞാൻ ചിന്തിക്കുക എന്തായിരിക്കും, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ എന്നാണ്. പക്ഷെ 4 വിദ്യാഭ്യാസമുള്ള ആളുകളെ കൊടുത്താൽ എന്റെ ടീമിൽ ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് ഞാൻ. അപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള 4 ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അവരത് ആൻ ചെയ്തോളും. മനസ്സിലായില്ലേ? പിന്നെ തീരെ പറ്റാതെ വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ടകശനി എന്ന് കണ്ടിട്ടില്ലേ? എന്ത് ചെയ്താലും കഷ്ടകാലമുള്ള ആൾക്കാരുണ്ടാവും. കണ്ടകശനി സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിവൃത്തിയില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശുക്രദശയുള്ള 4 ആളെ ചേർത്താൽ മതി. നമുക്കല്ലേ കണ്ടകശനി, അവർക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഏത് ആൾക്കും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും സാധിക്കും. ഇതിനകത്ത് ബിസിനസ് ഇനി നമുക്ക് ജന്മന സംസാരിക്കാൻ അറിയില്ലെങ്കിലോ? ജന്മന സംസാരിക്കാൻ ചേർത്താൽ മതി. അപ്പൊ എന്ത് ചെയ്താലും ഈ ബിസിനസ് വിജയിക്കും. ഒറ്റ കാര്യമുള്ളൂ, റെഗുലർ ആയിട്ട് പ്രോഗ്രാമിൽ വരിക. വരുമ്പോ 1-2 പേരെ വിളിച്ചുകൊണ്ടുവരിക. എന്റെ ബിസിനസ്സിലെ സക്സസിന്റെ ഒറ്റ രഹസ്യം അതാണ്. ഞാൻ റെഗുലർ ആയിട്ട് പ്രോഗ്രാമിൽ വരും, വരുമ്പോ ആരെങ്കിലും വിളിച്ചിട്ട് വരും. ഇത് മാത്രം ചെയ്താൽ മതി. ഈ ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും വിജയം ആശംസിക്കട്ടെ. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വരുമാനം കിട്ടിയില്ല, ആ നെറ്റ്വർക്കിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷെ പാർട്ട് ടൈം ആയിട്ട് ഞാൻ മോദി കെയർ 3 വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കച്ചവടത്തിന്റെ കൂടെ. ആ 1.5 മാസം ഞാൻ വെറുതെ വീട്ടിലിരുന്ന സമയത്ത് മാസം 40,000-ലധികം വരുമാനം ആ നെറ്റ്വർക്കിൽ അതാണ് ഈ പാർട്ടി യഥാർത്ഥ ശക്തി.